ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവരുതെന്ന് കരുതിയിട്ടാ ഞാൻ എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ജനി എന്തിനാ എന്നെ രക്ഷിച്ച്? ഈ അപമാനം സഹിച്ച് ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാ. അത് ശരി, ഇപ്പോ നിന്നെ രക്ഷിച്ചതിന് അവള് കുറ്റക്കാരിയായല്ലേ? നീ എന്താ ഭ്രാന്ത് പിടിച്ച പോലെ സംസാരിക്കുന്നത്? ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് കരുതി ജീവിതം അവസാനിപ്പിക്കുകയാണോ വേണ്ടത്? ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞ ശേഷം ഓരോ നിമിഷവും ഞാൻ മരിച്ചോണ്ടിരിക്കുക. ഈ കാര്യം എന്റെ അച്ഛനും അമ്മയും അറിഞ്ഞു അവർ ആത്മഹത്യ ചെയ്യും. അതൊന്നും കണ്ടു നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാനെല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. കുറച്ചു കാലം എല്ലാരും കരയും വിഷമിക്കൊക്കെ ചെയ്യെങ്കിലും എല്ലാം പഴയതുപോലെ ആവും. എന്റെ ചേച്ചിയുടെ കല്യാണം നടക്കും. എന്റെ അച്ഛനും അമ്മയ്ക്കും അപമാനമൊന്നും സംഭവിക്കില്ല. അപാര ബുദ്ധിയായിപ്പോയി. നീ ആത്മഹത്യ ചെയ്താ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെന്നാണോ നീ കരുതിയത്? ആത്മഹത്യ ചെയ്താ നിന്റെ ബോഡി നേരെ കൊണ്ടുപോയി ദഹിപ്പിക്കില്ല, പോലീസുകാര് പോസ്റ്റ്മോർട്ടം നടത്തും, കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കും. നീ ഗർഭിണിയായിരുന്നെന്ന് അവർക്ക് മനസ്സിലാക്കാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല. പിന്നെ അവരത് വാർത്തയാക്കും. നാട്ടുകാര് മുഴുവൻ നിനക്ക് സംഭവിച്ചത് എന്താണെന്നറിയും. ആ വാർത്ത നിന്റെ വീട്ടുകാരറിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? നിന്നെ പോലൊരു മരമണ്ടിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ദേ, നീ മിണ്ടരുത്. നീയും ജനിയും ഇവളുടെ കൂടെ ഉണ്ടായിരുന്നിട്ടും ഇവൾ ഇങ്ങനൊരു മണ്ടത്തരം കാണിക്കാൻ പോവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആത്മഹത്യയല്ലെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? ഇനിയെങ്കിലും ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കരുത്. നിന്റെ പ്രശ്നം എത്ര വലുതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആത്മഹത്യ ചെയ്യാൻ കാണിക്കുന്ന ധൈര്യം മതി ചങ്കുറപ്പോട് ജീവിച്ച് കാണിക്കാൻ. എന്ത് പ്രശ്നം ഉണ്ടായാലും ധൈര്യമായിട്ട് നേരിടാൻ ശീലിക്കണമെന്ന് നീ തന്നെയല്ലേ ഞങ്ങളോട് പറയാറുള്ളത്? ഇത് നിനക്ക് മറയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് ആളുകൾ അറിയോന്ന് ഇപ്പോഴേ നീ മനസ്സിലാക്കണം. നീ ലോകത്തെ നേരിടാൻ തയ്യാറെടുക്കുകയാണ് വേണ്ടത്. നീ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. പ്രിയന് ഇതിനെ കുറിച്ച് അറിയാവോ? അറിയില്ല. പ്രിയനോട് പറയാതെയാണോ നീ ഇങ്ങനൊരു മണ്ടത്തരം കാണിച്ചു കൂട്ടിയത്? ഇവൾ ഒന്നും അറിയാത്ത പൊട്ടിക്കാളിയാ. പ്രിയൻ അത്യാവശ്യം വിവരമെങ്കിലും ഇല്ലേ? അവൻ വേണ്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ? ഇങ്ങനെ ധൃതി കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അതിനെ കുറിച്ച് ഇപ്പൊ സംസാരിച്ചിട്ട് എന്താ കാര്യം? നടന്നത് നടന്നു. നീ ഇത് ഞങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് പ്രിയന്റെ അമ്മയോട് ചെന്ന് സംസാരിച്ചിട്ട് അവര് വഴി നിന്റെ അച്ഛനെയും അമ്മയും കണ്ട് നിങ്ങളുടെ കല്യാണം പെട്ടെന്ന് നടത്തണമെന്ന് നമുക്ക് പറയായിരുന്നില്ലേ? ലക്ഷ്മി ചേച്ചിയുടെയും നിന്റെയും കല്യാണം നമുക്ക് ഒരുമിച്ച് നടത്തായിരുന്നു. എന്തിനാ നീ വെറുതെ ആത്മഹത്യക്ക് ശ്രമിച്ചത്? ഞാനിപ്പൊ തന്നെ പ്രിയനെ വിളിച്ച് സംസാരിക്കാം. വേണ്ട വേണ്ട, ചേട്ടനെ കുറിച്ച് അനാവശ്യം പറയരുത്. തെറ്റ് നിന്റെ ഭാഗത്ത് മാത്രമല്ല പാറു, പ്രിയനും ഈ കാര്യത്തിൽ കുറ്റക്കാരനാണ്. നിന്നെ ഈ അവസ്ഥയിലാക്കിയത് അവനല്ലേ? ഞങ്ങളുടെ സ്നേഹത്തെ പറ്റി മോശമായിട്ട് സംസാരിക്കരുത്. എങ്ങനെ സംസാരിക്കാതിരിക്കും? ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിനക്ക് പ്രിയന്റെ വീട്ടിൽ താമസിക്കേണ്ടി വന്നു എന്ന് കരുതി അവൻ ഇത് മുതലെടുത്തത് ശരിയാണോ? നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് കരുതി പ്രിയൻ ഒരിക്കലും ഇങ്ങനെ അതിര് കടക്കാൻ പാടില്ലായിരുന്നു. നിർത്ത്.
പ്രിയൻചേട്ടൻ അതിൽ കടന്നിട്ടില്ല. അദ്ദേഹം എന്നോട് എപ്പോഴും ബഹുമാനത്തോടെ മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. എനിക്ക് സംഭവിച്ചതിന് കാരണക്കാരൻ പ്രിയൻചേട്ടനല്ല. പ്രിയൻ കാരണക്കാരനല്ലേ? അല്ല, ഇതിന് കാരണക്കാരൻ ആരെന്ന് അറിയാത്തോണ്ടാ ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇവൾ എന്തൊക്കെ പിച്ചുമ്പയ്യ ഈ പറയുന്നേ? പാറു, നമ്മുടെ ഹോസ്റ്റലിലാണെങ്കിലും നിന്റെ കമ്പനിയിലാണെങ്കിലും എല്ലാവർക്കും നീയും പ്രിയനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അറിയാം.